നടൻ സിദ്ദിഖിൻ്റെ മകൻ റാഷിൻ എന്ന സാപ്പി ഇനി കണ്ണീർ നനവുള്ള ഓർമ്മ. സാപ്പിയുടെ ഓർമ്മകളിൽ വിതുമ്പിയവരിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഉൾപ്പെടുന്നു. സാപ്പി മോനെ ഇപ്പോഴും കണ്ണിലിരിക്കുന്നടാ എന്നാണ് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. മമ്മൂട്ടിയുമായി ആത്മബന്ധം സൂക്ഷിക്കുന്ന ആളാണ് സിദ്ദിഖ്. വിദേശത്തായതിനാൽ മമ്മൂട്ടിക്ക് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു റാഷിനിൻ്റെ അന്ത്യം. 37-കാരനായ റാഷിൻ സിദ്ദിഖിൻ്റെ 3 മക്കളിൽ മൂത്തയാളാണ്. സാപ്പി എന്ന ഓമനപ്പേരിലാണ് റാഷിദിനെ എല്ലാവരും വിളിച്ചിരുന്നത്. സിനിമയിൽ നിന്ന് നിരവധി പേർ റാഷിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. റാഷിനെക്കുറിച്ചുള്ള ഓർമ്മകളും നിരവധി പേർ പങ്കുവച്ചു. അതിലേറ്റവും ഹൃദയസ്പർശിയായ അനുഭവം പങ്കുവച്ചത് സംവിധായകൻ സത്യൻ അന്തിക്കാടിൻ്റെ മകനും സംവിധായകനുമായ അനൂപ് സത്യനാണ്. സാപ്പി പുസ്തകങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. സാപ്പിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം ലൈബ്രറി ആയിരുന്നു. വേൾഡ് ബുക്സ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം. പുസ്തകങ്ങൾ കിട്ടാതിരുന്നാൽ സാപ്പിയുടെ മുഖം വാടും. പിന്നെ ലൈബ്രറിയിൽ എത്തിയാലേ സാപ്പി സന്തോഷവാനാകും. പുസ്തകങ്ങൾ വാരിവലിച്ചിടുന്നതും സാപ്പിക്ക് ഇഷ്ടമല്ല. അതൊക്കെ കൃത്യമായി അടുക്കി വയ്ക്കുമായിരുന്നു. നടക്കുന്ന വഴിയിലുള്ളതെല്ലാം അടുക്കി പിറക്കി വയ്ക്കുന്ന സാപ്പിയെ കുറിപ്പിൽ അനൂപ് സത്യൻ ഓർക്കുന്നു. ചിക്കൻ കണ്ടാൽ കൊതി വരുന്ന, ഇരുട്ടിനെ പേടിക്കുന്ന സാപ്പിയുടെ ഹൃദയസ്പർശിയായ ചിത്രം വാക്കുകൾ കൊണ്ട് അനൂപ് വരച്ചിടുന്നു. മകനെപ്പറ്റിയുള്ള സിദ്ദിഖിൻ്റെ ഓർമ്മയും തൻ്റെ കുറിപ്പിൽ അനൂപ് സത്യൻ പങ്കുവയ്ക്കുന്നുണ്ട്. വലിയ ഓർമ്മയായിരുന്നു സാപ്പിക്ക്. എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓർമ്മയിൽ സൂക്ഷിക്കും. അടുത്തിരിക്കുമ്പോഴെല്ലാം സിദ്ദിഖിൻ്റെ കൈകളിൽ സാപ്പി മുറുകെ പിടിച്ചിരിക്കും. അവൻ്റെ കൈ നമ്മുടെ കൈ പോലെയൊന്നുമല്ല, പൂ പോലെ സോഫ്റ്റാണ്. സാപ്പിയുടെ ഓർമ്മകളിൽ വിതുമ്പി സിദ്ദിഖ് പറഞ്ഞു. റാഷിൻ എല്ലാവർക്കും സുപരിചിതനും പ്രിയപ്പെട്ടവനുമായിരുന്നു. 37-കാരനായ റാഷിൻ്റെ മരണം സംഭവിച്ചത് ശ്വാസതടസ്സത്തെ തുടർന്നായിരുന്നു. ദീർഘനാളായി ചികിത്സയിലായിരുന്നു റാഷിൻ. ഭിന്നശേഷിക്കാരനായ റാഷിൻ താരകുടുംബത്തിന് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. നടൻ ഷഹീൻ സിദ്ദിഖ് സഹോദരനാണ്. റാഷിൻ്റെ മാതാവ് നേരത്തെ മരിച്ചിരുന്നു. കുറച്ചുനാൾ മുമ്പ് വരെ സിദ്ദിഖിൻ്റെ മൂത്ത മകനെക്കുറിച്ച് അധികം ആർക്കും അറിയില്ലായിരുന്നു. മാധ്യമങ്ങളിൽ നിന്നല്ല മകനെ സിദ്ദിഖ് മാറ്റി നിർത്തിയിരുന്നു. അതേക്കുറിച്ച് സിദ്ദിഖ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മകൻ ഭിന്നശേഷിക്കാരനായതിനാൽ മറ്റുള്ളവരുടെ സഹതാപം വേണ്ടെന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് മകനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വിടാതിരുന്നത്, സിദ്ദിഖ് പറഞ്ഞു. സിദ്ദിഖിൻ്റെ ഇളയ മകനും നടനുമായ ഷഹീൻ്റെ വിവാഹത്തോടെയാണ് സാപ്പി മാധ്യമ ശ്രദ്ധയിൽ വന്നത്. വിവാഹത്തിന് സഹോദരനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഷഹീൻ്റെ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇതോടെയാണ് സാപ്പിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ എല്ലാവരും അറിഞ്ഞത്. കഴിഞ്ഞ വർഷം സാപ്പിയുടെ 37-ാം ജന്മദിനം ആഘോഷമാക്കിയ വീഡിയോയും വൈറലായിരുന്നു.